അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം സ്വാതന്ത്ര്യദിന സന്ദേശമാണല്ലോ. അവിടെ RSSുമായി ബന്ധപ്പെട്ട് RSS ആണ് ലോകത്തെ തന്നെ വലിയ NGO എന്ന പ്രസംഗം നടത്തുകയാണ്. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടയിടത്ത് RSSനെ കുറിച്ച് പ്രസംഗിച്ചതിനെ കുറിച്ച് എന്താണ് BJPക്ക് പറയാനുള്ളത്? RSSനെ കുറിച്ച് ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ NGO സന്നദ്ധ സേവന സംഘടന എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു വസ്തുതയാണ്, സത്യമാണ്, ശരിയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ആ കാര്യം ഈ രാജ്യത്തിന് എതിരല്ല. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതേ RSSന്റെ സ്വയം സേവകരെ രാഷ്ട്രത്തിന് നൽകിയ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഗുരുജിയുടെ കാലത്ത്, രണ്ടാമത്തെ സർസംഘചാലകന്റെ കാലത്ത്, കാശ്മീരിൽ ഇന്ത്യക്ക് വിമാനമിറക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അവിടെ വിമാനമിറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വിളിച്ചത് ഇതേ RSSനെയാണ്. അതുപോലെ ബംഗാളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമുണ്ടായപ്പോൾ ഗവൺമെന്റിന് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുത്തതും അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടതും ഇതേ RSSനെയാണ്. അപ്പോൾ രാജ്യം നേരിടുന്ന ഏതൊരു പ്രശ്നത്തിലും ആരും പറയാതെയും പറഞ്ഞിട്ടും അതാത് സമയത്ത് രംഗത്ത് വന്ന് രാജ്യത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ നെഹ്റുവിനെ പറ്റി പറഞ്ഞത് നന്നായി. നെഹ്റു ക്ഷണിച്ച RSS നേതാക്കളെ കുറിച്ച് അങ്ങ് പറഞ്ഞത് നന്നായി. പക്ഷെ നെഹ്റു എവിടെയും ഇല്ലല്ലോ. നെഹ്റുവിനെ കുറിച്ച് നിങ്ങൾക്ക് കുറ്റം പറയേണ്ട ഘട്ടത്തിലില്ലാതെ ആ പേര് നിങ്ങൾ ഓർമ്മിച്ചു കണ്ടില്ല. ഇന്നത്തെ പ്രസംഗത്തിലും നെഹ്റുവില്ല. എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാളികളെ അനുസ്മരിക്കാൻ തയ്യാറായില്ല ഈ പ്രസംഗത്തിൽ എന്നുള്ളതാണ്. RSSനെ പുകഴ്ത്താൻ വേറെയും വേദികളുണ്ടല്ലോ. RSSുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആഭ്യന്തര ചർച്ചകൾ നടത്താമല്ലോ. RSSുമായിട്ടുള്ള ചർച്ചകൾ ആഭ്യന്തരമായിട്ട് നടത്തണമോ, ആഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ വെച്ച് നടത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും യുക്തിബോധവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.